2013 മോഡൽ 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനം 1 ലക്ഷം റുപ്യ എൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത വാഹനം 11,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. 2010 മോഡൽ 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്തുകൊണ്ട് GR-ന്റെ ഫുള്ള് കിറ്റ് കയറ്റിയ വാഹനം 9,25,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. 2010 മോഡൽ 5 വർഷത്തെ പുതിയ പേപ്പർ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഒറിജിനൽ കേരള വാഹനം പക്ക ഷോറൂം കണ്ടീഷൻ വാഹനം 9 ലക്ഷം റുപ്യക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഒരു വൻ കളക്ഷൻ നമ്മൾ PC കാർ സ്പോർട്ടിൽ എത്തിയിട്ടുണ്ട്. 10 ലക്ഷം റുപ്യേൻ്റെ താഴെ വരുന്നതുണ്ട്, 10 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട്. 4x4 മാനുവൽ ഉണ്ട്, 2 വീൽ ഓട്ടോമാറ്റിക് ഉണ്ട്, 5 സ്പീഡ് ഗിയർ ബോക്സിൽ 2 വീൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഒറിജിനൽ കേരള വാഹനം 4x4 ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 7ഓളം വാഹനം നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. നമ്മളത് ഇപ്പം ഫോർച്യൂണർ നോക്കുകയാണെങ്കിൽ 18 വാഹനങ്ങൾ നമ്മളത് മൊത്തത്തിൽ സ്റ്റോക്ക് ഉണ്ട്. അതിൽ 7 വാഹനങ്ങളെ നമുക്ക് അഡ്വാൻസ് ആകത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അഡ്വാൻസ് ആയതാണ്. ഒരുപാട് വാഹനങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബ്ലാക്കിൽ നല്ലൊരു കരിമ്പുലി അവിടെ ഡെലിവറിക്ക് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതേപോലെ വൈറ്റിൽ നല്ലൊരു അടിപൊളി GR-ൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ വേറൊരു വാഹനം നിൽക്കുന്നുണ്ട്. നമ്മളത് പോളീഷിൽ 1-2 വാഹനങ്ങൾ സ്റ്റോക്ക് കയറാനുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ഏകദേശം അഡ്വാൻസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് 3-4 വാഹനങ്ങൾ നമുക്ക് ബ്ലാക്കിൽ വർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒക്കെ GR-ൻ്റെ ഫുള്ള് കിറ്റാട്ടോ. കളർ ചേഞ്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രേ കളർ വാഹനം ബ്ലാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈറ്റ് കളർ വാഹനം ബ്ലാക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ കുറച്ച് ഓഫർ പ്രൈസിലൊക്കെ ഉണ്ട് വാഹനം. 10 ലക്ഷം റുപ്യേൻ്റെ താഴെ 5 വർഷത്തെ പുതിയ പേപ്പറൊക്കെ എടുത്ത വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കേരള വാഹനത്തിനെ പരിചയപ്പെടുത്തട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒറിജിനൽ കേരള വാഹനമാണ്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. ഏകദേശമൊക്കെ കമ്പനി ഹിസ്റ്ററിയുള്ള വാഹനം കേട്ടോ. 1,84,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ബാക്കത്തെ ഡിക്കി ഗ്ലാസ് ഓൺലി റീപ്ലേസ്. ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ കാണിക്കാൻ കഴിയില്ല. അതിൽ ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം കേട്ടോ. അപ്പോൾ ഒറിജിനൽ കേരള വാഹനം ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട് ഈ വാഹനം. അപ്പോൾ ഈ ഒറിജിനൽ കേരള 4x4 ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70-80% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്ത് തരാൻ കഴിയും കേട്ടോ. മെക്കാനിക്കൽ സൈഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് നമ്മൾ ഗ്യാരണ്ടി തരും. എല്ലാ വാഹനങ്ങളും മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളില്ലാന്നല്ലേ ഗ്യാരണ്ടി കൊടുക്കുക, ഫ്ലഡ് ഇല്ലാന്നല്ലേ ഗ്യാരണ്ടി കൊടുക്കുക. എല്ലാ വാഹനങ്ങളും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു മെക്കാനിക്കലൊക്കെ ചെക്കിംഗ് വാറണ്ടി തരും കേട്ടോ. ഏത് വാഹനം എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെക്കിംഗ് വാറണ്ടി എല്ലാ വാഹനത്തിലും തരാൻ കഴിയും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക ഒരു ഷോറൂം കണ്ടീഷൻ അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അത്രത്തോളം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതിൻ്റെ ബൂട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയും ഈ വാഹനം അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. 4x4 ഒന്നും അധികം യൂസ് ചെയ്യാത്ത വാഹനമായിരിക്കും. അത്രത്തോളം ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. എഞ്ചിൻ സൈഡ് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ഇതിൻ്റെ എഞ്ചിനും മെക്കാനിക്കൽസ് എഞ്ചിൻ റൂമൊന്നും ഏകദേശം വണ്ടിയിലൊന്നും നമ്മൾ കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് പരുക്കും കാര്യങ്ങളും ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ടൈപ്പ് 2ലേക്ക് ബാക്ക് സൈഡ് LED ടൈലാമ്പ് ചെയ്തിട്ടുണ്ട്. ഡിക്കി ഗാർണിഷ് ടൈപ്പ് 2ൻ്റെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ടച്ച് സ്ക്രീനൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആ ഒരു പക്ക ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ഫീൽ എല്ലാ ഭാഗത്തും കാണിക്കാൻ കഴിയും. അതേപോലെ സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ലെതർ സീറ്റ് കവറാണുള്ളത് കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ അതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാക്ക് ഭാഗം മാത്രം ടൈപ്പ് 2ലേക്ക് LED ടൈലാമ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ കേസുകൾ മാത്രമേ ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് പറയട്ടോ. ഈ വാഹനത്തിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന വാഹനങ്ങളൊക്കെ ഏറ്റവും ഫൈനൽ ഫിക്സ്ഡ് ബാർഗെയിനിങ് ഇല്ലാത്ത റേറ്റാണ്. ഇതിൽ ബാർഗെയിനിങ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏത് വാഹനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് പറഞ്ഞു തന്നാൽ അതിൻ്റെ ഫുള്ള് വീഡിയോസ് നിങ്ങൾക്ക് ഓരോന്നിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വാഹനം 9 ലക്ഷം റുപ്യക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് 5 വർഷത്തെ പുതിയ പേപ്പറിലെ വാഹനമാണ്. 9 ലക്ഷം റുപ്യ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. അതേപോലെ 2014 മോഡലിൽ 1,34,000 കിലോമീറ്റർ ഓടിയ വാഹനം. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ബോഡിയാണ് കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല ക്വാളിറ്റി തന്നെ ബോഡി കാര്യങ്ങളിൽ ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും ചേഞ്ച് ഉണ്ട്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഇല്ലാന്നുള്ള ഗ്യാരണ്ടിയാണ്. മെക്കാനിക്കൽ സൈഡും നമ്മൾ ഗ്യാരണ്ടി തരും കേട്ടോ. അപ്പുറം സൈഡോ ചേസ് ബെൻഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഒരു റീപ്ലേസ് ഇല്ലാന്നുള്ള നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന പറയുന്നത് ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഇവിടെ ചെറിയൊരു കല്ലടിച്ചൊരു പാടുണ്ട് കേട്ടോ. അങ്ങോട്ട് നീങ്ങളെ പേടിക്കണ്ട. സെൻറ്ററിൽ പൊട്ടിയുണ്ട്. സെൻറ്ററിൽ കല്ലടിച്ച് ചെറിയൊരു പാടുണ്ട്. അപ്പോൾ ചിന്നൽ നീളം നിങ്ങൾ പേടിക്കേണ്ട. അത് നമ്മൾ ഗ്യാരണ്ടി തരും. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50%, 40% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് കേട്ടോ.
ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും കമ്പനി സ്റ്റോക്കിൽ വരുന്ന ടൈലാമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്റ്റോക്കിൽ വരുന്ന നല്ല അടിപൊളി ടൈലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലതൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് കണ്ടീഷനിൽ ആ ഒരു ക്വാളിറ്റി തന്നെ ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ വരികയാണെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു ഹാൻഡിലൊക്കെ നമ്മൾ പിയാനോ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി ഇറങ്ങുമ്പോൾ ഒറിജിനൽ ലെതർ സീറ്റ് അവർ തന്നെ നിലവിലുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ 5 സ്പീഡ് ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനമാണ്. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. പിന്നെ നല്ലൊരു കരിമ്പുലിനെ നമുക്കിവിടെ ഡെലിവറിക്ക് സെറ്റായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ വടകരക്കാണ് ഡെലിവറിക്കുള്ളത് കേട്ടോ. അതേപോലെ വയനാട്ടിലേക്കുള്ള ഒരു അടിപൊളി 360 ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റ് അവേഴ്സൊക്കെ എക്സ്ട്രാ കുഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സിംഗിൾ വീഡിയോസ് നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കും. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ വൈറ്റിലും ബ്ലാക്കിലും നല്ല കിഡിലും മുതലാണ് കേട്ടോ. അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഡെലിവറി കൊടുക്കാനാണ്. ഇതേപോലെ വാഹനങ്ങൾ നമ്മളിത് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് ഒന്നാമത് ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും റീപ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം കാണിച്ചു തരുന്നത്. അപ്പുറമുള്ള സൈഡൊക്കെ പക്കയാണ് കേട്ടോ. അപ്പുറമുള്ള സൈഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്തൊന്നും എവിടെയില്ല. അത് നമ്മൾ ഗ്യാരണ്ടി തരാം. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവില്ലാത്ത വാഹനമാണ്. അതേപോലെ ഈ ഒരു ഹെഡ് ലാമ്പ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഒന്നുമില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനമാണ്. ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് 14,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ. അതേപോലെ 2011 മോഡൽ 4x4 ഓൾ ഒറിജിനിൽ വരുന്ന വാഹനം. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഒരു വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. നമ്മൾ കൊടുത്ത വാഹനമായിരുന്നു. അവർ പുതിയൊരു വാഹനം എടുത്തപ്പം എക്സ്ചേഞ്ച് നമുക്ക് വീണ്ടും വന്നതാണ് കേട്ടോ. ഇതിന് ഓൾ ഒറിജിനിലാണ്. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ല. മെക്കാനിക്കൽ സൈഡൊക്കെ പക്ക ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വർക്ക് ചെയ്ത വാഹനമാണ്. ഇപ്പോൾ ഒരു വർഷം കൊണ്ടുനടന്നതിൻ്റെതായിട്ടുള്ള ചെറിയ 1-2 സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ബമ്പറിൻ്റെ സൈഡിലുണ്ട്. അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു പക്ക ഒരു കണ്ടീഷൻ ആക്കിയിട്ട് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. അത്യാവശ്യം നല്ല വൃത്തി തന്നെ നല്ല ക്വാളിറ്റി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അല്ലെ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40-50% ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലേ ലാൻഡ് ക്രൂയിസർ ടൈപ്പ് LED ടൈലാമ്പാണ് ചെയ്തിട്ടുള്ളത്. ഡിക്കി ഗാർണിഷ് LED, അതേപോലെ ബാക്ക് സ്കാറ്റിങ്, ഫ്രണ്ട് സ്കാറ്റിങ്, അങ്ങനെ ഒരുപാട് ഫിറ്റിങ്സ് ചെയ്ത വാഹനമാണ്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത്. ഒന്ന് പോളിഷ് ചെയ്യുക, ചെറിയ 1-2 ടച്ചിങ് ചെയ്യുക, അതൊക്കെ ചെയ്ത് പക്ക ഒരു കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. സീറ്റ് അവേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലുക്കിൽ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് കേട്ടോ. ഒരു ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് 9,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും. അതേപോലെ GR ഫുള്ള് കിറ്റിയായിട്ട് 2ാമത്തെ വാഹനം 2010 മോഡൽ 4x4 മാനുവൽ വരുന്ന വാഹനം. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്, വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം. ഈ വാഹനം നമുക്ക് 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്തിട്ടേ 9,25,000 രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ്. 5 വർഷത്തെ പുതിയ പേപ്പർ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മിച്ചിലിൻ്റെ 80-90% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ബോഡി കാര്യങ്ങളാണ് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ, ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഉണ്ട്. ഇതൊരു വർഷമായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇത് നമ്മൾ പാർട്ടി കൊടുത്തിരുന്നു, അവർ എക്സ്ചേഞ്ച് ചെയ്താണ്. അവർ ന്യൂ ഷേപ്പ് ഫോർച്യൂണർക്ക് എക്സ്ചേഞ്ച് ചെയ്താണ് കേട്ടോ. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ GR ഫുള്ള് വർക്ക് ചെയ്ത വാഹനമാണ് കേട്ടോ. KL 71 ML 6278 നമ്പറായ വാഹനമാണ്. ഈ വാഹനങ്ങൾ കാണിച്ചതൊക്കെ അതർ സ്റ്റേറ്റാണ്. ഒരു വാഹനം മാത്രം കേരള വാഹനമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ് കേട്ടോ. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ പറയാം കേട്ടോ. ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് ഫൈനലായിട്ട് 9,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും.
അതേപോലെ 2015 മോഡൽ 4x2 ഓട്ടോമാറ്റിക്കലി 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വാഹനം ഓൾ ഒറിജിനൽ വരുന്ന വാഹനം ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ വന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്താണ് കേട്ടോ. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങൾ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വാഹനം. കിലോമീറ്റർ ഓടിയുള്ളത് 2,27,000 കിലോമീറ്റർ കറക്റ്റ് A to Z കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ കിലോമീറ്റർ പറഞ്ഞില്ല 2010 മോഡലിൻ്റെ കിലോമീറ്റർ 2,90,000 കിലോമീറ്ററാണ് കേട്ടോ. ഏകദേശമൊക്കെ ഫുൾ ഹിസ്റ്ററിയുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻറ്റുകൾ എല്ലാത്തിലും പറയുന്ന പോലെ ആ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഈ വാഹനത്തിൽ പേടിക്കേണ്ട. മെക്കാനിക്കൽ സൈഡ് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനം തന്നെ കേട്ടോ. സൈഡ് ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയും. ആ ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗത്തും ഫീൽ ചെയ്യും. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പുതിയ സീറ്റ് കവർ ചെയ്താണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ ഫ്രണ്ടും ബാക്കും സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിൽ തന്നെ ഉള്ളത്. സൈഡ് ബോഡി കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങൾ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്ത ക്വാളിറ്റി എല്ലായിടത്തും കാണും. ഇവിടെ നല്ലൊരു പൂമ്പാറ്റുണ്ടല്ലോ. പൂമ്പാറ്റ നമ്മൾ വിട്ടു പോകണില്ല കേട്ടോ. ഈ 2015 2 വീലർ ഓട്ടോമാറ്റിക്കിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. മെക്കാനിക്കൽ സൈഡൊക്കെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാൻ അവസരം നമ്മൾ തരുന്നതാണ്. നമ്മളെല്ലാ വാഹനത്തിനും ചെക്കിങ് വാറണ്ടി ഉണ്ടാവുന്നതാണ് കേട്ടോ. ഈ പൂമ്പാറ്റനെ ചവിട്ടണ്ട. അപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് കേട്ടോ. 2015 മോഡൽ 2 വീലർ ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനം അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് 14,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ. അതേപോലെ 2015 മോഡലിൻ്റെ 2 വീലർ ഓട്ടോമാറ്റിക്കിൽ ഇവിടെ പാർട്ടി യൂസ്ഡ് വാഹനമാണ്. ഒരു വർഷമായിട്ട് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് 14,75,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. 2015 മോഡൽ ഓൾ ഒറിജിനൽ വരുന്ന വാഹനം കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനം. 1,41,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഫൈനൽ ഫിക്സ്ഡ് റേറ്റിൽ ചെറിയ 1-2 സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു പക്ക ഒരു കണ്ടീഷനാക്കി ഈ വാഹനം കൊടുക്കാൻ കഴിയും. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് 90% കമ്പനി പെയിൻറ്റ് വരുന്നൊരു വാഹനം തന്നെ കേട്ടോ. 1-2 ടച്ചിങ് മാത്രമേ ഈ വാഹനത്തിൽ ചെയ്യാനുള്ളൂ. അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഈ വാഹനം വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 50% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻഷുറൻസും ടൈമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലേ സീറ്റ് കവേഴ്സൊക്കെ കമ്പനി ഇറങ്ങുന്ന ഒറിജിനൽ ലെതർ സീറ്റ് കവറാണ്. സ്റ്റാറിങ്ങും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വാഹനം 2015 മോഡൽ 2 വീലർ ഓട്ടോമാറ്റിക്കിൽ 3ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് പറയുന്നത് 14,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ. അതേപോലെ 2013 മോഡൽ 5 സ്പീഡ് ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനം ഓഫർ പ്രൈസ് ആണ് കേട്ടോ. 11,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ്. 2,31,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 50% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ടെസ്ലേൻ്റെ നല്ല അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡ് ബോഡി കാര്യങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങൾ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്ത ക്വാളിറ്റി എല്ലാ സൈഡ് ഭാഗത്തും കാണിച്ചിട്ട് കഴിയും. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഒന്ന് കാണാൻ വേണം. വാ, ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു പെയിൻറ്റ് തന്നെ ക്ലിയർ ചെയ്ത് അടിച്ചു തരും കേട്ടോ. പാർട്ടി അവരെ ഇഷ്ടപ്രകാരം കംപ്ലീറ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ. സീറ്റ് വൈസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ടെസ്ലേൻ്റെ നല്ല അടിപൊളി ലാൻഡ് ക്രൂസർ ടൈപ്പ് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. AC കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത് കേട്ടോ. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മെക്കാനിക്കലി നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള അവസരം ഈ 7 വാഹനത്തിന് നമുക്ക് തരാൻ കഴിയും. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ LED ടൈലാമ്പാണ് വരുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അപ്പോൾ ഈ 2013 മോഡൽ 5 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് കേട്ടോ. 2013 5 സ്പീഡ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വാഹനമാണ്. ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് 11,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ 7 വാഹനങ്ങളും
നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇനി ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വർഷാപ്പാറിനെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക. അതല്ല നിങ്ങൾ ചെക്ക് ചെയ്യുന്നില്ല, നമ്മളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിട്ട് കുറച്ച് കാലമൊക്കെ ഉപയോഗിക്കാനുള്ളൊരു ഇത് നമ്മളൊരു വാറണ്ടി, ചെക്കിംഗ് വാറണ്ടി നമുക്ക് തരുന്നതാണ് കേട്ടോ. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ് എല്ലാ വീഡിയോസിലും പറയുന്ന മാതിരി ഫ്ലഡ് കാര്യങ്ങളില്ലാതെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം വീഡിയോ കണ്ട് ഫുള്ള് വീഡിയോ കണ്ട് മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏത് വാഹനമാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ പിന്നെ വാട്സപ്പ് ചാനലിൽ വിട്ടാൽ മതി. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എവിടെയൊക്കെ മൈനറായിട്ടുള്ള കേസുകളുണ്ട് എന്നുള്ളത് അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് വിട്ടു തരണം കേട്ടോ. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. PC കാർ സ്പോർട്ടിലാണ് ഈ വാഹനങ്ങളുള്ളത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വരാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.